എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബിരിയാണി ആയിട്ടാണ്, അതായത് ചിക്കൻ ടിക്ക ബിരിയാണി. അപ്പോൾ ചിക്കൻ ടിക്ക ബിരിയാണി ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതേസമയം ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിരുന്ന നമ്മുടെ ഉള്ളിക്കറി അത്യാവശ്യം നല്ല ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബീട്രൂട്ടും ചീരയും കൂടിയുള്ള തോരൻ. കുറച്ച് പേര് കണ്ടിട്ടില്ല, കാണാൻ മറക്കരുത്. ഹെൽത്തിയാണ്, അതേസമയം വെറൈറ്റി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിയാതെ നമുക്ക് എങ്ങനെയാണ് രുചികരമായ ചിക്കൻ ടിക്ക ബിരിയാണി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചിക്കൻ ടിക്ക ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കിലോ ചിക്കനാണ് കേട്ടോ. 1 കിലോ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1/2 കിലോ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ 3/4 കിലോ ചിക്കനുള്ള മാരിനേഷൻ്റെ അളവാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനൊരു മസാലക്കൂട്ട് ഉണ്ടാക്കാം. അതിനുശേഷം ഇതെല്ലാം പുരട്ടി മിനിമം 20 മിനിറ്റ് എങ്കിലും വെക്കുക. അപ്പം നിങ്ങൾക്ക് സമയം കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ നേരം ഫ്രിഡ്ജിൽ അടച്ചു വെച്ചാൽ മതി. ഇപ്പം രാത്രിയൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. അതിനുവേണ്ടി നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ക്യുമിൻ പൗഡർ അതായത് നല്ല ജീരകത്തിന്റെ പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ അതായത് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കസൂരി മേത്തി. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരുപാട് ഉപ്പ് ഇടണ്ട. ഒരു ഓറഞ്ച് റെഡ് കളർ അല്പം ചേർക്കുന്നുണ്ട്. അത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ ചേർക്കുന്നതാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ചേർക്കാറില്ല. നിങ്ങൾക്ക് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു നല്ലൊരു കളർ കിട്ടും. ചിക്കൻ ടിക്ക എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു കളർ ഉണ്ടാവില്ല, അതിനു വേണ്ടി മാത്രം ചേർക്കുന്നതാണ് കേട്ടോ. അത് ഓപ്ഷനിലാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ വരുന്ന ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അധികം പുളിയില്ലാത്ത തൈര് 2 ടേബിൾ സ്പൂൺ. ഇതും കൂടെ ചേർത്തതിന് ശേഷം നന്നായി അങ്ങ് മിക്സ് ചെയ്യാം. ഇതിന്റെ രുചി ഒന്ന് നോക്കുക. കറക്റ്റ് പുളിയുണ്ട്, എരിവുണ്ട്, ഒരല്പം കൂടി ഉപ്പാവാം. ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടങ്ങ് മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ്റെ പീസസ് ഏറ്റവും ചെറുത്, ഞാൻ ചെറിയ ചെറിയ പീസസാണ് ഏറ്റവും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ മീഡിയം പീസസ് ആയിട്ടും എടുത്തു എന്ന് മാത്രം. അപ്പോൾ ചിക്കൻ്റെ പീസസ് ചെറുതാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. സാധാരണ രീതിയിൽ നമ്മുടെ എന്താ പറയുക ബിരിയാണി കട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിക്കാറ് കടയിൽ നിന്ന്. പക്ഷേ ഞാൻ ഇപ്രാവശ്യം മീഡിയം കട്ട് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചത്. ഇനി നന്നായിട്ട് ചിക്കനിലോട്ട് ഈ മസാല അങ്ങ് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്കിത് അടച്ച് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കാൻ തുടങ്ങണം. അതിനാദ്യം തന്നെ റെഡിയാക്കി, നമ്മളിപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കേണ്ടത് എന്താ? നമ്മുടെ പൊരിച്ച ഓണിയൻ, പൊരിച്ച സവാള. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ രീതിയിൽ പൊരിച്ച സവാളയും വേണം, അതേപോലെ തന്നെ പൊരിക്കാത്ത സവാളയും വേണം. പക്ഷെ ഈ ഒരു റെസിപ്പിക്ക് പൊരിച്ച സവാള മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ 3 സവാള നന്നായിട്ട് പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സവാള പൊരിക്കുന്നത് ഈസി ആയിട്ട് എങ്ങനെയാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് സവാള എങ്ങനെ പൊരിക്കാന്നുള്ള വീഡിയോ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പം ഇതിൽ നിന്ന് ഒരു 3/4 ഭാഗം സവാളയാണ് നമുക്ക് വേണ്ടത്. ഇപ്പം വേണ്ട, നമുക്ക് ഇതിപ്പോൾ തൽക്കാലം മാറ്റി വെക്കാം. അതിൽ തന്നെ ഇപ്പൊ സവാള പൊരിച്ച എണ്ണ ഉണ്ടല്ലോ, അതിലാണ് ഞാനിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ബട്ടർ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഓയിൽ ഉപയോഗിക്കാം. അപ്പൊ ഞാൻ സവാള പൊരിച്ചതിൽ നിന്ന് കുറച്ച് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഈ ഓയിൽ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അതിലോട്ട് നമുക്കൊരു ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 3 ഏലക്കായ, അതുപോലെ തന്നെ 3 ഗ്രാമ്പൂ, 4-5 കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാട്ടിയെടുക്കാം. ഞാൻ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിലോട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ. അതൊന്ന് ചെറിയ തീയിൽ തന്നെ ഇട്ടതിന് ശേഷം 2 മിനിറ്റ് വാട്ടിയെടുക്കാം. നമ്മൾ ചേർത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് മണമൊക്കെ മാറി നല്ല വാസന വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു 4 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകിന്റെ എരിവ് അനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. പിന്നെ സൈസ് അനുസരിച്ച് ഇപ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്ന വലിയ പച്ചമുളകാണെങ്കിൽ 4 വേണ്ട, 3 ചേർത്താൽ മതിയാവും. ഒന്ന് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇനി ഇതിലേക്കുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, തീ കുറച്ചിടാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇച്ചിരി കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ഓയിൽ കുറവാണ്. പിന്നെ പൊടികൾ ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ജീരകത്തിന്റെ പൊടി അതായത് ക്യുമിൻ പൗഡർ, 3/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. പച്ചമണം മാറുന്നവരെ വഴറ്റാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ചെറിയ തീയിൽ ഒരു 3 മിനിറ്റ് കേട്ടോ. ഇപ്പോൾ ഇതിൽ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കാരണം ഇതങ്ങ് കരിഞ്ഞു പോകാൻ പാടില്ല. നന്നായിട്ട് ഇത് കുക്കാവണേ, അല്ലെങ്കിൽ ഒരു കൈപ്രസ് ഉണ്ടാവും. അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ഇത് മസാല പൊരിയുന്നുണ്ടായിരുന്നില്ല. അതായത് ഇങ്ങനെ ഡ്രൈ ആയി കിടക്കുമായിരുന്നു. ഇനി ഇതിലോട്ട് നമുക്ക് 2 ചെറിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് നല്ല ചൂടുവെള്ളം
കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങ് അടച്ചു വെച്ചിട്ട് നന്നായി ഇതങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, നമ്മുടെ തക്കാളിയൊക്കെ നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ബാക്ക് സൈഡ് വെച്ചിട്ട് കയ്യിലിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് നേരത്തെ പൊരിച്ച് വെച്ചിരിക്കുന്ന സവാള കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ, അത് അവസാനം നമുക്ക് ദം ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള സവാള എല്ലാം ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എല്ലാ ബിരിയാണിയുടെ പോലെ തന്നെ എന്താണ് നമ്മുടെ മിൻറ്റും, അതായത് പുതിനയും മല്ലിയുടെ ഇലയും, ഒരു പിടി അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിന ലീവ്സ് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് ഇടുമ്പോഴാണ് ബിരിയാണിയുടെ മസാലയുടെ കറക്റ്റ് വാസന വരുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്താൽ മതി കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക തൈര് ചേർത്തതിന് ശേഷം. അപ്പോൾ ഒരു പാർട്ട് ഇവിടെ ഫിനിഷായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ടങ്ങ് ഗ്രില്ല് ചെയ്യോ ഫ്രൈ ചെയ്യോ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലോട്ട് വീണ്ടും നമുക്ക് സവാള പൊരിച്ച ഓയിലങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത്ര ഓയിൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവനുണ്ടെങ്കിൽ അവനിൽ ബേക്ക് ചെയ്തിട്ടും ഗ്രില്ലുണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം അതുപോലെ ചെയ്തോളൂ. അപ്പോൾ ചെറുതായിട്ട് ആ എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ടങ്ങ് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വലുതങ്ങ് അടച്ച് വെക്കാം കേട്ടോ. ഇത് 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തിരിച്ചിടാം. ആ ചിക്കനിൽ നിന്നുള്ള വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായി കുക്കാവുകയും ചെയ്യണം. പിന്നെ അതിനുശേഷം ഒന്ന് ഗ്രില്ലാവണേ. ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ മസാല എല്ലാം പോവും. അപ്പോൾ ഈ ചിക്കൻ ടിക്കയുടെ ടേസ്റ്റ് കൊണ്ട് അത്ര വരാത്ത പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഏറ്റവും നല്ലത് ഇതുപോലെ ഗ്രില്ല് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്കയുടെ ഇത് വെന്തിട്ടുണ്ട്, നന്നായി കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കണം കേട്ടോ. ഇനി വെള്ളമൊക്കെ വറ്റിക്കോട്ടെ. ഇനി തുറന്ന് വെച്ചാൽ മതി, അടച്ചു വെക്കണ്ട. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് നല്ലൊരു ഗ്രില്ലായിട്ടുണ്ട്. എണ്ണയൊക്കെ വറ്റി ഉള്ളിലത്തെ ചെറുതായിട്ട് കരി പോലെ ഉണ്ടാവണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി ഇതേ പ്രൊസീജിയർ തന്നെ ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ തന്നെ ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റട്ടെ. ഇത് ചിക്കൻ ടിക്ക ഗ്രില്ല് ചെയ്തെല്ലാം പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുവിലോട്ട് ഞാൻ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലോട്ട് ഞാൻ ചെറിയൊരു കൽക്കരി, അതായത് നമ്മുടെ ചെറിയൊരു പീസ് ചാർക്കോള് ഞാൻ നന്നായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ബേൺ ചെയ്തിട്ടുണ്ട്. അതിലോട്ട് ഒരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് തന്നെ പുക വരും, അപ്പം തന്നെ അടച്ചു വെക്കണേ. 5 മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ. ഈ ചാർക്കോൾ പരിപാടി നിർബന്ധമൊന്നും ഉണ്ടെങ്കിലാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ടിക്കയുടെ ടേസ്റ്റ് കിട്ടും. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു ഹോം മെയ്ഡ് എന്ന് പറയുന്ന ചാർക്കോളാണ്. ഇത് ചെറിയ ബോക്സിലായിട്ട് കിട്ടുന്നതാണ്, ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. ഞാൻ പണ്ടൊക്കെ വാങ്ങിച്ചിരുന്ന വലിയ വലിയ പീസസ് ആയിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉള്ളവർ ചെയ്യുക, അല്ലാത്തവർ ഒഴിവാക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഇത് നമുക്ക് നമ്മുടെ ഗ്രേവിയിലോട്ടും ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ഇട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട്. കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് വീണ്ടും കുക്ക് ചെയ്യണം. അപ്പോഴാണ് ഈ മസാലയൊക്കെ നമ്മുടെ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് പോവുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനതിലേക്ക് 1 നുള്ളു ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്, ഓപ്ഷനിലാണ്. പിന്നെ ഒരുപാട് എരിവുള്ള സംഭവം അല്ല കേട്ടോ ഇത് ബിരിയാണി. നിങ്ങൾക്കിപ്പോൾ സ്പൈസ് ലെവൽ കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കാൻ മറക്കരുത്. ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 1 നുള്ളു കേട്ടോ. ഒന്ന് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഓഫ് ചെയ്യാം കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് കഴിയുമ്പോഴേക്കും കുറച്ച് ഗ്രേവി വറ്റിക്കോളും. ചെറിയൊരു മധുരവും ചെറിയൊരു പുളിയും എരിവും ഒക്കെ ഉള്ളൊരു ടേസ്റ്റാണ് നമ്മൾ ചിക്കൻ ടിക്ക മസാലയ്ക്ക് വേണ്ടത് കേട്ടോ. പിന്നെ വേറൊരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതിലോട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തപ്പോൾ മേലെ നല്ലോണം ഓയിൽ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മേലെ ഊറി വന്ന എക്സസ് ആയ ഓയിൽ നമ്മൾ സ്പൂൺ കൊണ്ട് അങ്ങ് കോരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ദം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ചോറ് മുഴുവനും ഓയിൽ കൊണ്ട് അങ്ങനെ അറിയും, അത് പാടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും വറുത്തിരിക്കുന്ന ചിക്കനിൽ ഇട്ട് കഴിഞ്ഞാൽ ഓയിൽ വരും. മേലത്തെ ഓയിൽ നമ്മൾ എന്തായാലും ഒന്ന് തനിയെ കോരി മാറ്റി വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലൊട്ടും തന്നെ ഓയിലില്ല, എല്ലാ ഓയിലും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന്റെ രുചിച്ച് നോക്കിയപ്പോഴേ എനിക്കൊരു പുളിരസം ഒരല്പം കുറവ് പോലെ തോന്നി. അതുകൊണ്ട് ഒരല്പം ഞാൻ ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഗ്രേവിയുടെ ടേസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ്. നമുക്ക് മാറ്റി വെക്കാം. ഇതിന് വേണ്ടിയുള്ള റൈസ് റെഡിയാക്കാം. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യണം. അതിനു വേണ്ടി ഞാൻ ഇവിടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലോട്ട് നമുക്ക് കുറച്ച് സാജീര ഇല്ലെങ്കിൽ ഇടണ്ട, ഉള്ളതുകൊണ്ട് മാത്രം കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു എണ്ണ ഇട്ടോളൂ കേട്ടോ, നമുക്ക് എടുത്ത് കളയണ്ടാണ് ഇതെല്ലാം. 4 ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 4 ഏലക്കായ, പിന്നെ ഒരു കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, 4-5 മണി കുരുമുളക്,
പിന്നെ ഉപ്പ്. ഇതിപ്പോൾ വെള്ളം ഞാൻ അളന്നിട്ടൊന്നുമില്ല. ഈ പാത്രത്തിൻ്റെ ഒരു വലിയ പാത്രത്തിൽ 3/4 ഭാഗമാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. കാരണം ഉപ്പ് എപ്പോഴും ഇച്ചിരി മുന്നോട്ട് നിൽക്കണേ, എങ്കിൽ മാത്രമാണ് ബിരിയാണിക്ക് സ്വാദം ഉണ്ടാവുള്ളൂ. അപ്പോഴും അരിയിലേക്ക് കറക്റ്റായിട്ട് ഉപ്പ് രസം ഉണ്ടാവുള്ളൂ. അത് വിചാരിച്ചിട്ട് ഒരുപാട് ഉപ്പിടാനല്ല ഞാൻ പറയുന്നത്. എപ്പോഴും നമ്മൾ രുചിച്ച് നോക്കുമ്പോൾ ഒരല്പം മുന്നോട്ട് നിൽക്കണം. 3 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഓരോരുത്തരുടെ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഉപ്പിനനുസരിച്ചും പിന്നെ വെള്ളത്തിനനുസരിച്ചും, വെള്ളം എത്രയാണോ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് വേണം. അപ്പോൾ എന്തായാലും അത് മാത്രം ശ്രദ്ധിക്കുക. ഇച്ചിരി മുന്നോട്ട് നിൽക്കുക. നന്നായിട്ട് വെട്ടി തിളക്കട്ടെ. 3 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ട് നന്നായി വാഷ് ചെയ്തു പല തവണ. അതിനുശേഷം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു 20 മിനിറ്റ്. ഇപ്പോൾ ഞാനത് അരിച്ചും അത് വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ബസ്മതി റൈസ് ഇട്ടതിന് ശേഷം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. നന്നായി കുക്ക് ചെയ്യാന്ന് വെച്ചാൽ 3/4 ഭാഗം മാത്രം കുക്കായാൽ മതി. അതിനുശേഷം നമുക്ക് ഊറ്റി മാറ്റി വെക്കാം. അപ്പോൾ ഒരു സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം നെയ്യ് നമുക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാൻ. ബസ്മതി റൈസ് ആണ്. നിങ്ങൾക്ക് ബസ്മതി റൈസ് ഇല്ലെങ്കിൽ കൈമ റൈസ് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഈ ചിക്കൻ ടിക്ക ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ബസ്മതി റൈസ് ആണ് നമുക്ക് കൂടുതൽ നല്ലത്. ഇത് ഊറ്റി കളയാനുള്ളതാണ് ഈ വെള്ളം. അതുകൊണ്ടാണ് വെള്ളത്തിന്റെ അളവ് ഞാൻ പറയാതിരുന്നത് കേട്ടോ. എന്താ വറ്റിച്ചെടുക്കുന്നതല്ല. നമ്മൾ 3/4 ഭാഗം വേവാവുന്ന സമയത്ത് നമ്മൾ ഇതങ്ങ് വെള്ളം ഊറ്റി മാറ്റിക്കളയും. അപ്പോൾ നമ്മുടെ അരി 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ 8 മിനിറ്റ് എനിക്ക് എൻ്റെ അരിക്ക് കേട്ടാ. ഞാൻ ഇന്ത്യ ഗേറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഒരു അരിപ്പയിലോട്ട് ഊറ്റി മാറ്റാം. എന്നിട്ട് മുകളിൽ നിന്ന് വെള്ളം ഈ ഇതൊക്കെ ഇല്ലേ, എന്താ പറയുക, കാടമം ക്ലോസ് അതൊക്കെ എടുത്ത് മാറ്റിക്കളയാം കേട്ടോ. അപ്പോൾ ഞാനിത് ഊറ്റിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഞാൻ 2 അരിപ്പയിലോട്ട് അങ്ങ് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കഴിയട്ടെ. അതിനുശേഷം നമുക്ക് ദം ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇച്ചിരി ഒന്ന് ചൂടാറണം. അപ്പോഴാണ് കറക്റ്റ് ആ കുക്കിങ് ശരിയാവുള്ളൂ. നമ്മൾ 3/4 ഭാഗം ഇത് വെന്തിട്ടുള്ളൂ. ഇതിലിരുന്നിട്ട് തന്നെ ബാക്കിയും കൂടെ കുക്കാവാനുണ്ട്. ഒരുമിച്ച് എല്ലാം കൂടി ഒറ്റ ഇതിലോട്ട് ആക്കി കഴിഞ്ഞാലുണ്ടല്ലോ താഴത്തെ ഭാഗം ഭയങ്കരമായിട്ട് അങ്ങ് വെന്ത് പോകും. അതുകൊണ്ടാണ് ഞാൻ 2 അരിപ്പിലോട്ട് മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ദം ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പഴയ ദോശത്തവ എടുത്തിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെക്കുക. ഞാൻ കത്തിച്ചിട്ടില്ല കേട്ടോ. എല്ലാം റെഡിയാക്കിയതിന് ശേഷം കത്തിക്കുന്നുള്ളേ. അപ്പോൾ ഇതിലാണ്, ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദം ചെയ്യാൻ പോകുന്നത്. തുടച്ച് വൃത്തിയാക്കിയിരിക്കുന്ന പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്ക് നെയ്യൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഡാൽഡ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. ഡാൽഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറേ സമയം ഇങ്ങനെ ക്ഷീണമായിരിക്കും. അപ്പോൾ നല്ല നെയ്യ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും കുറച്ച് ഉപയോഗിച്ചാൽ മതി നെയ്യൊക്കെ. ഇനി ഇതിലോട്ട് നമുക്ക് ആദ്യത്തെ ലെയർ റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, അപ്പോഴേക്കും ചോറൊക്കെ കണ്ട നല്ല ഉലർന്ന് വന്നു. അപ്പോൾ ഞാനിതിൽ ആദ്യത്തെ ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്തിരിക്കുന്ന ഓണിയൻ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ഇലകൾ, അതായത് കൊറിയാണ്ടർ ലീവ്സും പുതിന ലീവ്സും ഇട്ട് കൊടുക്കാം. ഇവിടെ നന്ദ് പരീക്ഷ കഴിഞ്ഞ് എത്തി. എങ്ങനെയുണ്ടായിരുന്നു കൂട്ടാ പരീക്ഷ? ആണോ? ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ഒന്നും തൂക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാനിവിടെ കുറച്ച് നമ്മുടെ സാഫ്രോൺ, അതായത് കുറച്ച് കുങ്കുമപ്പൂ വെള്ളത്തിൽ നന്നായി തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞപ്പൊടിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കളർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സാഫ്രോണിന്റെ കുറച്ച് അങ്ങോട്ട് തിളക്കിയാണ്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ചിക്കൻ്റെ ലെയർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ ചിക്കനിൽ നമ്മൾ ഇതൊക്കെ ഇട്ടുണ്ടായിരുന്നല്ലോ, പട്ടയൊക്കെ, അതൊക്കെ കാണുമ്പോൾ എടുത്ത് കളഞ്ഞോളൂ കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. മൊത്തത്തിൽ ഇതേപോലെ ലെയേഴ്സ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ലെയറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ടോപ്പ് ലെയറിൽ നമ്മുടെ കൊറിയാണ്ടർ ലീവ്സും മെയിൻറ്റി ലീവ്സ് ഇടുന്നില്ല. കാരണം എന്താ അറിയാമോ, ഇത് ദം ചെയ്ത് വരുമ്പോൾ അത് ആകെ ഒരു കളർ വാടിയ പോലെ, വൃത്തിയില്ലാത്ത പോലെയാവും. നമുക്ക് അവസാനം നല്ല ഫ്രഷ് ആയിട്ട് ചേർത്ത് കൊടുക്കാം ദം ചെയ്തതിന് ശേഷം. അപ്പോൾ ഇതിന് മുകളിൽ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഗരം മസാല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബിരിയാണി മസാല. അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ കുങ്കുമപ്പൂവിൻ്റെ വെള്ളം. ഇനി നമുക്ക് അടയ്ക്കാം. ഗ്യാസ് ഓൺ ചെയ്യാം. ഓൺ ചെയ്തതിന് ശേഷം ആദ്യം തന്നെ നമ്മുടെ ദോശത്തവ ചൂടാവണം. അതിനുശേഷം ഇതിലോട്ട് ചൂട് വരുള്ളൂ. അപ്പോൾ 20-25 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. പിന്നെ ഓരോ ഗ്യാസ് അടുപ്പനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ഇവിടെ നിന്ന് നല്ല ആവി കാണുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് ഇട്ടേക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്യാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം 20 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്തെടുക്കാം. എന്താണെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ നമുക്കിത് 20-25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി 25 മിനിറ്റ് ദം ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ പൊരിച്ച സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി മിക്സ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ചങ്ങ് മിക്സ് ചെയ്യാം, റൈസും ചിക്കനും എല്ലാം കൂടിയിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എടുക്കുക, ഒരു പാത്രത്തിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. റൈസൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ കണ്ടില്ലേ.
അതിന് മുകളിൽ കൂടെ കുറച്ചും കൂടെ നമുക്ക് ലീവ്സ് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ചും കൂടെ സവാള ഇട്ട് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ടിക്ക ബിരിയാണി. അതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്യുന്നത് ലെമൺ ഡേറ്റ്സ് പിക്കിൾ ആസ് യൂഷ്വൽ, പിന്നെ കുറച്ച് റൈത്ത, പിന്നെ വെറുതെ ടൊമാറ്റോ, കുക്കുംബർ ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബിരിയാണി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.